ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വീഡിയോ പശുവിനെ കറക്കുന്ന വീഡിയോ ചോദിച്ചത് കൊണ്ടാണ് പിന്നെ ഇടുന്നത്. നിങ്ങളുടെ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ആണെങ്കിൽ ഈ പശുക്കറവ് കൊണ്ട് വലിയ ലാഭമൊന്നുമില്ല. അവർക്ക് കാലിത്തീറ്റയ്ക്ക് ഭയങ്കര ചിലവ്, പിന്നെ അസുഖം വന്നാൽ ചിലവ്, പിന്നെ അധ്വാനക്കൂലി വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭമൊന്നുമില്ല. പിന്നെ ഒരു സ്വയം തൊഴിൽ ആരെയും ആശ്രയിക്കേണ്ട, എല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് മിച്ചം. പിന്നെ പാലായി, മോരായി, നമ്മുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും വീട്ടിലുണ്ടാവും. ഒരു കറി ഇല്ലെങ്കിൽ വേഗം ഇച്ചിരി മോരുണ്ടെങ്കിൽ അര ഗ്ലാസ് പാലൊഴിച്ച് വേഗം ഒരു പെട്ടെന്നൊരു മോരായി. ഇനി ഒരു ഉണക്കമീനുണ്ടെങ്കിൽ അത് വറുത്ത്, അല്ലെങ്കിൽ ഒരു കപ്പളങ്ങ ഉണ്ടെങ്കിൽ അത് തോരൻ വെച്ച്, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ കറികളൊക്കെ തന്നെ. അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുന്നു. പിന്നെ ആണെങ്കിലും ഇതുകൊണ്ട് പിന്നെ പറമ്പിൽ വളമായി, അതൊക്കെ തന്നെ. പിന്നെ ഈ സർക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വേനൽക്കാലമായാലും ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പാടിലാണ് ഇവരെ പോറ്റാനും വളർത്താനും. പിന്നെ ഇവരെ അങ്ങ് സ്നേഹിച്ചു പോയി. ഇനിയുള്ള തലമുറയൊന്നും ഇതിനെ സ്നേഹിക്കാനൊന്നും വരികയില്ല. അപ്പം നിങ്ങളിങ്ങനെ വീഡിയോ ആവശ്യപ്പെട്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ പശു വളർത്തിയും പിന്നെ ടാപ്പിങ്ങിന് കൂലിക്ക് പോയി ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പശുവിനെ കറക്കുന്ന 2 നേരമാണ്. 4 മണിക്ക് എഴുന്നേക്കും, 4:20 തൊഴുത്തിൽ കയറി 2 പേരെ തൊഴുത്തൊക്കെ വൃത്തിയാക്കി കറന്നിറങ്ങുമ്പോഴത്തേനും ഒരു 5:10 ആവും. 5:15 ആകുമ്പം വേണം പാലുവണ്ടി. 5:30 ആകും പാലുവണ്ടി വരുമ്പോൾ 5:15 ഇവിടുന്ന് 1 കിലോമീറ്ററോളം പോകണം പാല് കൊടുക്കാൻ. പാല് കൊടുത്ത് ഇവിടെ കയറി എത്തുമ്പോഴത്തേനും 6:30 മണിയാവും. പിന്നെ അവർക്ക് പെല്ലറ്റ് കൊടുത്ത്, പിന്നെ വെള്ളം കൊടുത്ത് പെറുക്കി. പിന്നെ ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ജീവിക്കുന്ന ആൾക്കാരാണ്. വേറെ ഇപ്പോൾ എന്താ, സ്വയം തൊഴിൽ കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെ ഉണ്ടാകുകയില്ല. തൊഴിലുറപ്പാണ് ചിലപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെ ഉണ്ടാകുകയില്ല. 100 പണിയല്ലേ കിട്ടത്തുള്ളൂ. പശുവിനെ കറവ കാരണം തൊഴിലുറപ്പിന് പോകാറില്ല. കറവില്ലാത്തപ്പോഴൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ഇന്നിപ്പോൾ ഒരു തൊഴിലാണ്. വേറെ ഇപ്പോൾ ഒരു തൊഴിൽ മാർഗം കാണുന്നില്ല. ഒരു കടകളിലൊക്കെ പോയാൽ കച്ചവടം കുറഞ്ഞ അവർ പറയുകയാണ് നാളെ മുതൽ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശുവും പോയി, തൊഴിലും പോയി, ഒരു വരുമാനം. വീഡിയോ കാണുന്ന സർക്കാരോ മന്ത്രിമാരോ MLA-മാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആ മന്ത്രിസഭയിൽ പറഞ്ഞൊന്ന് പരിഗണിക്കണം കേട്ടോ. വളരെ കഷ്ടപ്പാടില്ല.